അജയൻ്റെ രണ്ടാം മോഷണം ട്രെയിലർ റിവ്യൂ. അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അത് ഒരു വലിയൊരു ക്യാൻവാസിൽ എടുത്തേക്കുന്ന സിനിമയാണ്. കാര്യമായിട്ടൊരു അംബീഷ്യസ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. 3Dയിലാണ് വരുന്നത്. നല്ലോണം കാശിറക്കി ചെയ്തേക്കുന്ന സിനിമയാണ്. ടോവിനോയുടെ ട്രിപ്പിൾ റോളാണുള്ളത്. അതെനിക്ക് തോന്നുന്നു 3 കാലഘട്ടമാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഒന്നിൽ ടോവിനോ ഒരു വാൾപ്പയറ്റൊക്കെ അറിയുന്ന ഒരു വലിയ ഉം, എന്താ പറയുക, കളരിപ്പയറ്റൊക്കെ അറിയുന്ന ഒരാളായിട്ട് വലിയ ഒരു യോദ്ധാവിനെ പോലത്തെ ഒരു കോലത്തിൽ വന്നു. പിന്നെ രണ്ടാമത്തെ ഒരു ഇത് പുള്ളി ഒരു കള്ളനായിട്ട് വന്നു. കള്ളനായിട്ട് വന്ന് എന്തൊക്കെയോ കക്കുന്നു, പിടിക്കുന്നു, പോലീസിനെ വെല്ലുവിളിക്കുന്നു, അങ്ങനത്തെയൊക്കെ കുറേ സീനുള്ള ഒരാൾ. പിന്നെ മൂന്നാമതൊരു ഒരു പാവം മനുഷ്യൻ. പുള്ളി എനിക്ക് തോന്നുന്നു ഇവർ അച്ഛനും മക്കളും ആണോ, എനിക്ക് അറിഞ്ഞുകൂടാ. അച്ഛനും മകനും മകൻ്റെ മകനും അങ്ങനെയാണോ എന്നറിയില്ല. മൂന്നാമത്തെ റോൾ എത്തുമ്പോഴത്തേക്കും ഇയാൾക്കെന്തോ ചീത്തപ്പേരൊക്കെ കേൾക്കുന്നുണ്ട്. മൂന്നാമത്തെ കാലഘട്ടം കുറച്ചും കൂടെ ഈ അടുത്ത കാലഘട്ടത്തെയാണ്. ഏതാണ്ട് ഒരു റേഡിയോ ഒക്കെ വന്നിട്ടുള്ള കാലഘട്ടമാണ്. അതിന് മുമ്പത്തെ കാലഘട്ടം ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വളരെ പഴയ കാലഘട്ടവും കാണിക്കുന്നുണ്ട്, ഇനി അതിൻ്റെ ഇടയിലുള്ളൊരു കാലഘട്ടം കാണിക്കുന്നുണ്ടോ അറിയില്ല. ഈ മൂന്നാമത്തെ റോള് ടോവിനോ തന്നെ കുറേ കൂടെ ഒരു പാവമായിട്ടുള്ള മനുഷ്യൻ, അധികം വഴക്കിനും ബഹളത്തിനൊന്നും പോകാത്തൊരു മനുഷ്യനായിട്ടാണ് തോന്നണേ. എന്നാൽ പുള്ളിക്ക് ഇങ്ങനെ ചീത്തപ്പേരുണ്ട്. കള്ളൻ എന്നുള്ളൊരു ചീത്തപ്പേരുണ്ട്. നീ ഫാമിലിയായിട്ട് കള്ളന്മാരുടെ ഒരു സ്വഭാവമാണ് നിങ്ങൾക്കുള്ളതെന്നൊക്കെ ഉള്ളൊരു ചീത്തപ്പേരുണ്ട്. ഭയങ്കര കുറേ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അംബീഷ്യസ് ആയിട്ടുള്ള എടുത്തേക്കുന്നൊരു പ്രോജക്റ്റാണ്. 3D കുറേ ഉണ്ട്. 3Dയിൽ എടുത്ത സിനിമയാണ്. പക്ഷെ എനിക്ക് മൊത്തത്തിൽ അതിൻ്റെ ഒരു പേരും ഒന്നും പറയാനും പറ്റുന്നില്ല. ഒന്നും എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റണ്ട, ഒന്നും തോന്നുന്നില്ല. ഒരു പേരെനിക്കിഷ്ടമായില്ല. ഈ അജയൻ്റെ രണ്ടാം മോഷണം, അത് വല്ലാത്തൊരു പേര്. കുറേ ഒരു ഫാൻറ്റസി എലമെൻസ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. എന്തൊക്കെയോ ഫാൻറ്റസി സംഗതികളൊക്കെ ഇങ്ങനെ തോന്നുന്നു കാണുമ്പോൾ. എന്താവുമെന്ന് അറിയില്ല, കണ്ടു തന്നെ അറിയണം ഇത് എന്താവുമെന്ന്.